രാത്രിയിൽ നമുക്ക് അവിടെ കഴിക്കാൻ പോയാൽ നല്ല ദോശ അല്ലേ? നീ എത്ര കഴിച്ചു? നീ കഴിച്ചില്ലേ? എന്ത് കഴിച്ചാ? ഒന്ന് നിർത്തിക്കേ. കുറെ നേരം ആയില്ല നീയൊക്കെ തിന്ന കണക്ക് പറയണം. വെറുതെ ഇവിടെ നിരാഹാരം കിടക്കുന്ന കാര്യം ഒന്നും മനസ്സുകൊണ്ടൊന്ന് ആലോചിക്കും. പട്ടിണിയാണെന്നുള്ളത്. എന്റെ അളിയ നിരാഹാരം കിടക്കുന്നത് ഞങ്ങൾ കഴിക്കാണ്ടിരിക്കേണ്ട കാര്യം എന്ത്? ഞാൻ കഴിച്ചൂടെ? ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടക്കണത്. ഒരു പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ കിടക്കണം. അപ്പൊ നിങ്ങൾ എന്റെ അണികൾ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറിയ വിശപ്പെന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ ഞാനിത് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കിടക്കണം. അതെ, ഇതിപ്പോ മണിക്കൂർ 3 ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. ചാനലുകാരെങ്കിലും വരുമോ? എന്റെ പൊന്നളിയ എല്ലാ ചാനലിലും കയറി ഇറങ്ങി ഞാൻ പറഞ്ഞ വരുമോ? അവരൊക്കെ എപ്പോ വരും? ആര് വരാൻ? അവരൊന്നും വരൂല്ലേ അളിയ. അവരൊക്കെ സെക്രട്ടറിന്റെ നടയിൽ പോയിരിക്കും. അവിടെ നിന്ന് ഒരു പുതിയ സമരം തുടങ്ങി. പത്രക്കാർ വരുമല്ലോ. പത്രക്കാർ ഒട്ടും വരുത്തില്ല അളിയ. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം അളിയ ഒരു സെലിബ്രിറ്റി എങ്കിലും ആവും. 1 or 2 സിനിമയിലോ സീരിയലൊക്കെ അഭിനയിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പത്രക്കാരും ചാനലുകാരും ഇവിടെ കാണും. ശരിയാ, പത്രക്കാരൊക്കെ അവരെ പിന്നാലെയാണല്ലോ. അതെ, ഈ ഇങ്ങനെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഉണ്ടോ? പരിചയമുണ്ട്. നമ്മുടെ സുരാജ് വഞ്ഞാറോട് അളിയ. ഞാനും അവനോടുള്ള ഇരിപ്പോഷം വെച്ച് വരുമോ? വിളിക്കണം അളിയ. പക്ഷെ 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഈ സമരത്തിന് ഇറങ്ങുമോ? ഞാൻ വേറെ എന്റെ പണി നോക്കി പോയാൽ. അളിയ ഇനിയിപ്പം വേറെ ഒരു മാർഗമേ ഉള്ളൂ. നമ്മളിത് ഷൂട്ട് ചെയ്യുന്നു, നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. അത് മതിയോ? അതും മതി. പക്ഷെ ഇതേ എനിക്ക് എങ്ങനെയെങ്കിലും അവനെ ഉണ്ടല്ലോ, അമ്പളിക്കൂട്ടനെ വിളിടാ. മുദ്രാവാക്യം വിളി. നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. അമ്പിളിക്കുട്ട മൂരാച്ചി, നിന്നെ പിന്നെ കണ്ടോളാം. നിനക്കെന്ത്? അല്ല, ഇവിടെ എന്തോ പരിപാടി? ഇത് കണ്ടൂടെ? വായിക്കാറിയാം, മലയാളമാണ് എഴുതിക്കണേ. എനിക്ക് മലയാളം അറിയാം. ഇതോ ആ പൊക്കി നോക്കാളെ എന്തോന്നു അനധികൃത മഴയാ. അതാരാളിയാ മഴ? അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയെങ്കിലും ചെയ്തു. എന്റെ അല്ലെ നിനക്കേ അക്ഷരം അറിഞ്ഞൂടാ. ഇങ്ങോട്ട് നിനക്കേ അക്ഷരം അറിഞ്ഞൂടാ. അക്ഷരം അറിയാന്നുള്ള ആരെങ്കിലും വേണ്ടടാ നിന്റെ കൂട്ടത്തില്? ഒരാളെങ്കിലും ഉണ്ടാടാ അക്ഷരം അറിയാന്നുള്ള? അതെ, ഇപ്പൊ നിന്നെ ഈ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാൻ അക്ഷരം അറിയണമെന്നൊന്നുമില്ല. ഞാൻ മനസ്സ് വെച്ച് ഇവിടെ ആത്മാർത്ഥമായിട്ട് സമരം ചെയ്തോണ്ടല്ല നിന്റെ മെമ്പർ സ്ഥാനം പോവുകയെ എന്നെ കൊണ്ട് പറയിക്കരുത്. അക്ഷരം പോട്ട് എണ്ണാനും അറിഞ്ഞൂടെ? ലക്ഷം പിന്നാലെ ഇതാടെ ലക്ഷം. എത്ര ലക്ഷം ഉണ്ടോ? അതുപോലെ ആ ബാക്കിൽ കണ്ടാണ് ഈ പഞ്ചായത്ത് ഞാൻ കണ്ടിട്ടില്ല. എവിടെ നിന്ന് പിടിച്ചോണ്ടേ? എന്റെ പൊന്നളിയാ, ഞാൻ ഒരു കാര്യം പറയാം. പലയിടത്തു നിന്നൊക്കെ ആളെ പിടിച്ചോണ്ടാ നീ അതുപോലെ തിരിച്ച് അവന്മാർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തത് എല്ലാം കൂടെ നിന്റെ നെഞ്ചത്ത് കയറി പൊങ്കാലിടും അവന്മാർ. നമ്മളേ നീ മെമ്പറായെന്ന് പറഞ്ഞാൽ അധികം നെകളിക്കരുത്. നീ തിരിച്ചു പോകാനുള്ള വിസയും പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെച്ചോ. അറബിയെ വിളിച്ച് പറഞ്ഞോ നിന്നെ ഞാൻ താഴെ ഇറക്കിയിട്ട് ഈ സമരം അവസാനിപ്പിക്കും. അളിയാ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പോണതും പോകാത്തൊക്കെ ഞാൻ നോക്കാം. അളിയന്റെ പ്രശ്നം എന്താണ് ഇപ്പം? നിനക്ക് പ്രശ്നം അറിഞ്ഞൂടോ? എടാ ഇല്ല. എടാ, നിലം നികത്തിക്കൂടാന്നുള്ള കാര്യം നിനക്കറിയാലോ? അതറിയാം. അപ്പൊ നിലം നികത്തി വീട് വെക്കാൻ പോണ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അതുകൊണ്ടാണ് അതിനെതിരെയാണ് ഞാൻ ഈ സമരം ചെയ്യുന്നത്. എനിക്ക് 5-6 ദിവസം കിടക്കേണ്ടി വരും. നീ അവിടെ വീട് വെക്കണ എനിക്കൊന്ന് കാണണമല്ലോ. അത് തന്നെയല്ലേ, എനിക്ക് 5-6 ദിവസം കിടക്കേണ്ടി വരികയും ചെയ്യും. ഈ ചീഞ്ഞ വയറൊക്കെ ഉണ്ടല്ലോ ഒന്ന് പോവുകയും ചെയ്യും കേട്ടാ. നോക്കി നിൽക്കാൻ വിളിയടാ. അമ്പളിക്കുട്ട മൂരാച്ചി, അമ്പിളിക്കുട്ട മൂരാച്ചി, നിന്നെ പിന്നെ കണ്ടോളാം, നിന്നെ പിന്നെ കണ്ടോളാം. നിങ്ങൾ എന്റെ അണികളാണ്. ഞാൻ പറയുമ്പോ വിളിച്ചാൽ മതി. വല്ലവനും പറയുമ്പോ അളിയ പണികളും പറഞ്ഞാൽ കേൾക്കുന്നില്ലേ? അത് പോട്ട്. അളിയാ, ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നിന്റെ അടുത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു അളിയാ. അത് ഇന്നത്തോടു കൂടി അങ്ങ് തീർന്നു. എന്താണെന്നറിയാമോ? നീ പണ്ട് അത് 5ാം ക്ലാസ് പഠിച്ചില്ല നമ്മൾ പണ്ട് അതേ ബുദ്ധിയിൽ നിൽക്കുകയാണ്. ഒരു 10 പൈസയുടെ ബുദ്ധി അളിയാ നിനക്ക് വളർന്നിട്ടില്ല. ആള് മാത്രം ഈ ചീമപ്പന്നി പോലെ വളർന്നതല്ലാതെ കാണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് അളിയ ഇവിടെ കിടന്ന് നിരാകാരം കിടാം. എനിക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഡാടാ എലി അവനെ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം.
നീ ആരോടാ കളിക്കണെന്നുള്ള ആരെയാണ് നോവിച്ചെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ. അളിയാ ഞാൻ ഇത് കണ്ടതല്ലേ, ആ. നീ കാണിച്ചു തന്നതല്ലേ. നീ ഇനി കാണാൻ കിടക്കണ അമ്പിളി നീ രാജിവെച്ച് ഗൾഫിൽ പോ. അവിടെ ഒട്ടകമെങ്കിലും കാണും. രണ്ട് വർത്തന്മാരും ഉണ്ടായിരിക്കണം, അവന്മാരെ വിളിക്കണം. അമ്പിളിക്കുട്ട മൂരാജി നിന്നെ പിന്നെ കണ്ടോളാം. അമ്പിളിക്കുട്ട മൂരാജി നിന്നെ പിന്നെ കണ്ടോളാം. Alien versus Alien.